അവർ തന്റെ ജനം താൻ അവനോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. അവർ തന്റെ ജനം താൻ അവനോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി തീണ്ടുകില്ല. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി തീണ്ടുകില്ല. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവറ്റം സമീപം ഒരുങ്ങുക സകലരെ സ്വർഗീയ മണാളെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപം ഒരുങ്ങുക സകലരെ സ്വർഗീയ മണാളെ എതിരേൽപ്പാൻ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പെട്ടെന്ന് തിരുവചന ചിന്തയിലേക്ക് നമുക്ക് അടുത്തു വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വചനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചു. ആ നിയമിച്ചതായ നിയമനത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം എന്ന് നമ്മൾ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി. ഒരു വ്യക്തി, പാപിയായ മനുഷ്യൻ, ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? സത്യ ദൈവത്തിങ്കലേക്ക് അടുത്തു വരണം. സ്തോത്രം. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. വിശ്വാസ സ്നാനമേൽക്കണം. സ്നാനം എങ്ങനെയാണ് ഏൽക്കേണ്ടത്? ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് ഈ വചനം വ്യക്തമായി ഉപദേശിച്ചു നൽകണം. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ അവസാനത്തെ കൽപ്പനയാണ് സ്നാനം ഏൽക്കുക എന്നുള്ളത്. സ്തോത്രം. ഹേമൻ. നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയ തിരുവചനത്തിലേക്ക് വരാം. റോമാലേഖനം 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഇത് പാപ ശരീരത്തെ അല്ലെങ്കിൽ പാപ സ്വഭാവത്തെ എന്തു ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അവിടെ പറയുന്ന അടുത്ത പദം ശ്രദ്ധിക്കണം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. സ്നാനമേറ്റതായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്നാനത്തിൽ നടക്കുന്നത്? മരണം, അടക്കം, ഉയർപ്പൽ. ഈ 3 അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ സ്നാനത്തിൽ നടക്കുന്നത്. സ്നാനത്തിന്റെ ക്ലാസ് അല്ല. ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ എന്താണ് മാർഗം, അത് നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ 5 ദിനങ്ങൾ പല നിലകളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. ഇത് 6ാമത്തെ ഭാഗമായിട്ടാണ് ഈ ചിന്ത വരിക. യൂട്യൂബിനകത്ത് ഇത് 1 മുതൽ എല്ലാ സെക്ഷനും ലഭിക്കുവാനിടയാകും. അപ്പോൾ ഇവിടെ മരിച്ച വ്യക്തി പിതാവിന്റെ മഹിമയാൽ
ജീവിച്ചെഴുന്നേറ്റതുപോലെ. ആരാണ് മരിച്ചത്? പുത്രൻ കാൽവരി കുലക്കളത്തിൽ തന്റെ ജഡശരീരത്തിൽ മരിച്ചു. സ്തോത്രം. ദൈവത്തിന് മരണമില്ല. പക്ഷേ മനുഷ്യൻ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ ഒരു അധികാരി ഉണ്ടായിരുന്നു. അത് അന്ധകാര ശക്തിയാ, പൈശാചികനാ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന വ്യക്തികളെ വിടുവിച്ചു. അതുകൊണ്ടാണ് ഒരു ദൈവ പൈതലിന് മരണഭയം ഇല്ല. എന്താ കാര്യം മരണഭയം ഇല്ലാത്തതിന്റെ കാരണം എന്നാ? വ്യക്തമായി ചെന്നു ചേരുന്ന ഒരു ഇടമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത്. സ്തോത്രം. വ്യക്തമായ ഒരു കൃത്യത ദൈവം കാണിച്ചു തന്നത് കൊണ്ടാണ്. അതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. വേറെ ആരെങ്കിലും മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നാളെ മുതൽ ആ വ്യക്തിയെ പ്രസംഗിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ കേൾവിക്കാര് ആരെങ്കിലും പറയണ വേറൊരാൾ ഉയർത്തിട്ടുണ്ട് എങ്കിൽ വ്യക്തമായ തെളിവ് സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും പറയാം. അങ്ങനെ ഒരു വ്യക്തി ഈ ഉലകത്തിൽ ഇല്ല. എന്തുകൊണ്ട് അത്ര തർപ്പിച്ചു പറയുന്നത്? എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് 500-ലധികം വ്യക്തികൾക്ക് വ്യക്തമായി ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്നോ ഉയർത്തെഴുന്നേറ്റു എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടാണ് എല്ലാവരും കാണേ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കരേറിപ്പോയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടുകൂടെ വചനത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയിൽ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിന് രക്ഷയില്ല. മനുഷ്യവർഗത്തിന് രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു വഴി, അത് യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു. പലരും അത് ചെയ്യാൻ മടിയാ. മടി വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടങ്ങൾ ചിലത് ചെയ്യേണ്ടി വരും, കളയേണ്ടി വരും. ഈ വഴിയിൽ കയറി നിന്നാൽ പഴയ സ്വഭാവത്തിന് മാറ്റം വരുത്തണം. സ്തോത്രം. എന്റെ ഒരു പഴയ സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് ചോദിക്കും, അടുത്തത് സ്തോത്രം. എന്നെ അറിയാവുന്നവരെ ഇച്ചിരി അകലം പെട്ട് എന്ത് ചെയ്യുള്ളൂ? നിത്യതയിൽ പോകണമെങ്കിൽ മരിച്ചേ പറ്റൂ. പർദീസ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മോക്ഷം വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ സ്വഭാവത്തിന് മാറ്റം വന്നേ പറ്റൂ. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ അടുക്കലേക്ക് നിനക്കെത്തണമെങ്കിൽ, സ്തോത്രം, നീ ആരാണെന്നുള്ള ഒരു വിഷയമല്ല, ദൈവസന്നിധിയിൽ താഴ്ന്നേ മതിയാകൂ. ദൈവമായി ബന്ധം പുലർത്തിയേ മതിയാകൂ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധനവാന്റെ അവസ്ഥയിൽ ഒരുപാടെണ്ണം യാതന സ്ഥലത്ത് കിടപ്പുണ്ട്. ഇപ്പോ എവിടെ? സ്വോത്രം പറഞ്ഞവരും സൂത്രം കാണിച്ചവരും. ഒരുപാടെണ്ണം കിടപ്പുണ്ട്. വചനം പറയുന്നത് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അത് ജീവിച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റും. തിരിച്ചറിയാമേ. ഒരു ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടില്ല. വേദപുസ്തകം രണ്ട് പ്രത്യേകമായുള്ള പഴയ നിയമം പുതിയ നിയമം എന്നുള്ള രീതിയിലാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 4 സുവിശേഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
പ്രവർത്തികളെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ജനനം, ജീവിതം, പ്രവൃത്തി, മരണം, ഉയർപ്പ് അതിനകത്തുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12 ശിഷ്യന്മാരുടെ അവർ ചെയ്തതായ പ്രവൃത്തികളാണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് അതിനകത്ത്. തുടർന്ന് റോമർ മുതൽ യൂത വരെയുള്ള ദൈവവചനം സഭ എങ്ങനെ ഒരുങ്ങണമെന്നുള്ള കൃത്യമായൊരു പാറ്റേണാണ്. ആര്? സഭ, മണവാട്ടി സഭ എങ്ങനെ ഒരുങ്ങണമെന്ന് റോമ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ വരച്ചു കാട്ടുകയാ. ഇത് പുറത്തുള്ളവരോടല്ല പറയുന്നേ, അകത്തുള്ളവരോടാ പറയുന്നേ, ദൈവജനത്തോടാ പറയുന്നത്. വേർപാട് വേണമെന്ന്, വേർപാടില്ലെങ്കിൽ നീ നിത്യത കണിയാണില്ലെന്ന് ഹല്ലേലൂയ സഭയോടാ പറയുന്നത്. ആമേൻ. എഫേസ്യ ലേഖനം എന്ന് വായിച്ചാൽ അത്യുച്ച കോടിയിൽ നിൽക്കുന്ന ഒരു എഫെസോസ് സഭയെ കാണാം. ഏകദേശം ഒരു 10-30 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസ് സഭയെ കുറിച്ച് പറയുന്നത്, നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്, പലതൊന്നുമില്ല, ഒരു കുറ്റമുള്ളൂ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് മതിയാകൂ. ഇന്ന് മാനസാന്തരത്തിന്റെ കാര്യം പറഞ്ഞ ആളുകൾ പറയുന്നത്, ഞാനിപ്പോ മാനസാന്തരപ്പെട്ട ഇരിക്കുന്നത്, സ്തോത്രം പറഞ്ഞ ഇരിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൽ ആമേൻ വചനത്തോട് ചേർന്ന് വരുമ്പോഴാണ് ഹല്ലേലൂയ നല്ല കത്തി കൊണ്ടങ്ങ് ഏൽക്കുമ്പോ അയ്യോ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ വ്യാഖ്യാനമൊന്നും വേണ്ട. ചിലർ പറയുന്നത് ഗ്രീക്കില് അങ്ങനെയാണ്, ഹീബ്രുവില് ഇങ്ങനെയാണ്. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം പറയാം. സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ എന്നെ ന്യായം വിധിക്കുവാൻ മലയാളം ബൈബിൾ വെച്ചായിരിക്കും എന്റെ കർത്താവിനെ ന്യായം വിധിക്കുന്നത്. നീ പഠിച്ചിട്ടുള്ള പഠിപ്പനുസരിച്ച് ഇത് വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. ഇതനുസരിച്ചോ? അവിടെ മുട്ടിടിക്കും. അവിടെ അനുസരിച്ചില്ലെങ്കിൽ അനുസരിക്കാതെ പിന്നെ നമ്മളെ ചോദിക്കില്ല. സ്തോത്രം. അനുസരിക്കാത്തതേ ചോദിക്കുള്ളൂ, അനുസരിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു ദിനം, അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടണം. ഹെമാൻ. അല്ലെങ്കിൽ സിംഹാസനത്തിന് മുൻപിലല്ല, ന്യായാസനത്തിന് മുൻപിൽ. ഹെമാൻ. കുരുത്തക്കേട് ചെയ്തവനും അവസാന നിമിഷത്തിൽ ഏതെങ്കിലുമൊക്കെ രക്ഷ പ്രാപിച്ച് അങ്ങോട്ട് എത്തും. വലിഞ്ഞ് അവിടെ വരച്ച വരയിൽ തമ്മിൽ നിർത്തും. നിർത്തിയിട്ട് എന്ത് ചെയ്യും? എണ്ണി അങ്ങ് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഒരുത്തനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാനിത് അറിയാഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. സ്തോത്രം. ഈ വേദപുസ്തകം പറയുന്ന യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടതുപോലെ ക്രമപ്പെടുത്തി ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ ജീവിതം അപകടമാണ് കേട്ടോ. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ജീവിതം അപകടമാണ്. സ്തോത്രം. ദൈവിക കൂട്ടായ്മയിൽ നിലനിന്ന് പോകുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മളെ പുതുക്കി പണിതിരിക്കുക. ഒന്നും കൂടെ വ്യക്തമാക്കാം. ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിച്ച് പോകുവാൻ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ആ ദൈവ പൈതലിനെ നിലനിർത്തുവാൻ, ഈ ഭൂമിയിൽ നിലനിർത്തി അങ്ങെത്തിക്കുവാൻ തക്കതായ നിലവാരത്തിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടാണ്, അത് നൽകിയിട്ടാണ് ഒരു ദൈവ പൈതലിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. അത് വ്യക്തമാക്കിയതാണ് നമ്മൾ പാപത്തിനടിമയായി കിടന്നതാണ്.
വീണ്ടും പാപത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശുദ്ധീകരിച്ചതായ നമ്മെ, സ്തോത്രം, ദൈവിക സാന്നിധ്യത്താൽ നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഗലാത്യർ 3:7 അതാണ് നമ്മൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആണ് എന്ത് ചെയ്യുന്നത്? അഴുക്ക് പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനെ ധരിച്ചാൽ അകത്തുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യില്ല? സ്വഭാവം നന്നാവണം, മനസ്സും ശരിയാകണം. എങ്കിൽ മാത്രമേ ഈ ധരിച്ചിട്ടുള്ളൂ. ഞാൻ പന്നിയുടെ കൂടെ കിടന്ന് ഉരുളാൻ പോയി കഴിഞ്ഞാൽ ആ ധരിച്ച ആളെന്ത് ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. കൊലോസ്യർ 3:10 പറയുന്നത് ഹല്ലേലൂയ, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അവിടെ പറയുന്ന വാക്ക് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന, സ്തോത്രം, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക പദം ശ്രദ്ധിക്കണം. പരിജ്ഞാനത്തിനായി. പരിജ്ഞാനം എന്തിനാണ്? ഒരു കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്തെടുക്കുവാനാണ് പരിജ്ഞാനത്തിന്റെ ആവശ്യം. ശരിയും തെറ്റും തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം എന്നിലും നിന്നിലും പകരപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലായിടത്തും പോയി തല വെച്ചു കൊടുക്കരുത്. അതും ശരിയാ, ഇതും ശരിയാ. ഏതാ ശരി? അങ്ങനെയല്ല. വ്യക്തമായി ഇതാണ് ശരി, അതേ ശരിയുള്ളൂ. അപ്പോൾ പരിജ്ഞാനത്തിനായി ഹല്ലേലൂയ ഒരു പുതിയ മനുഷ്യനെ നമ്മളെ ധരിച്ചിരിക്കുകയാ. അത് മാത്രമല്ല, അപ്രകാരം പോയ വ്യക്തി 2 കൊരിന്ത്യർക്ക് എഴുതിയ 5-ാം ലേഖനം 17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സമൂലമായ ഒരു രൂപാന്തരം, സമൂലമായ മാറ്റം. ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. കർത്താവിനെ നമ്മൾ എന്തായിട്ട് സ്വീകരിക്കുന്നേ? രക്ഷകനും കർത്താവുമായിട്ട് കർത്തൃത്വം കൊടുക്കാറുണ്ടോ? കർത്തൃത്വം നടത്താൻ കൊടുക്കാറുണ്ടോ? അതാ പ്രശ്നം. പരിശുദ്ധ ആത്മാവിനെ എന്തിനു നൽകിയിരിക്കുന്ന? കാര്യസ്ഥനായിട്ട്. അപ്പൊ നമ്മുടെ കാര്യം നോക്കാനായിട്ട് കൊടുക്കാറുണ്ടോ? അത് കൊടുക്കാറുണ്ട്. സ്തോത്രം. അപ്പോൾ യഥാർത്ഥമായി ഈ 2 ദൈവിക സാന്നിധ്യം, പരിശുദ്ധ ആത്മാവ് ഭൂമിയിൽ, പുത്രനായ ക്രിസ്തു സ്വർഗത്തിൽ, 2 പേരും ദൈവമക്കൾക്ക് പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെ വസിക്കുന്നു. സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധ ആത്മാവ് ത്രിയേക ദൈവം നമ്മിലുണ്ടെന്നാണ് വചനം പറയുന്നത്. എന്നാൽ മനസ്സിലാകത്തക്ക രീതിയിൽ പറയുകയാണ്, പരിശുദ്ധ ആത്മാവ് എന്നേക്കും കൂടെയുണ്ട്. പരിശുദ്ധ ആത്മാവ് നമ്മെ കൊണ്ട് മാത്രമേ പോവുള്ളൂ. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിനെയും കൊണ്ടേ പോവുള്ളൂ. സ്തോത്രം. ഒന്നെങ്കിൽ രൂപാന്തരം പ്രാപിച്ച, അതല്ല എങ്കിൽ മരിക്കുന്ന സമയത്ത് ആത്മാവിനെ നമ്മൾ ഹല്ലേലൂയ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാ. ആ ദിവസം വരെയും സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ആ ഉപനിധിയുമായിട്ട് നല്ല ബന്ധം വേണം. ഒരു ബന്ധം പോരാ, നല്ല ബന്ധം വേണം. ആ ബന്ധം ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സണ്ണി വർഗീസ് ആഗ്രഹിക്കുന്നല്ല, ദൈവം ആഗ്രഹിക്കുന്നത്.
അത് ബോധമുള്ളത് കൊണ്ടാണ് ഉള്ളത് നിങ്ങളോട് പറയുന്നത്. സ്വീകരിക്കാനും തിരസ്കരിക്കാനും ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? കേൾവിക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഏത് നിലയിലും കേൾക്കുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കേട്ടില്ലെന്ന്, ഞാൻ അറിഞ്ഞില്ലെന്ന് നാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. പിന്നെ നമ്മൾ ചിന്തിച്ചതാണ് എഫെസ്യർ 4:23 വചനം. അവിടെ എഴുതിയിരിക്കുന്നത് ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. ഈ ആത്മാവ് പാപം ചെയ്ത സമയത്ത് മരണപ്പെട്ട് കിടന്നതാണ്. ആ ആത്മാവിനെയാണ് രക്ഷിക്കപ്പെട്ട സമയത്ത് എന്ത് ചെയ്തത്? വീണ്ടും ജനനം നൽകിയത്. ആ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണ് ജലത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടേണ്ടത്. തെളിച്ചിട്ടല്ല സ്നാനപ്പെടേണ്ടത്. കൊച്ചിനല്ല സ്നാനം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വയസ്സായ മുതുക്കനുമല്ല സ്നാനം കൊടുക്കേണ്ടത്. യൗവനക്കാരനാണ്, അവനല്ല കൊടുക്കേണ്ടത്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുലക്കളത്തിൽ പരമയാഗമായ കർത്താവായ യേശു ക്രിസ്തു എന്റെ രക്ഷകനെന്ന്, എന്റെ വീണ്ടെടുപ്പുകാരനെന്ന് വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷകനും കർത്താവുമായി സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായി ദൈവിക ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അവന്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി എന്ത് ചെയ്തിരുന്നു? ആത്മാവിനെ പുതുക്കിപ്പണതു. 24 പറയുന്നു, അവിടെ സത്യത്തിന്റെ ഫലമായ, സത്യമാരാണ്? ക്രിസ്തുവാണ്. അതിന്റെ ഫലമായ നീതി, വിശുദ്ധി. അപ്പൊ രണ്ട് കാര്യം ഒരു ദൈവ പൈതലിൽ ഉണ്ടാകണം. ഒന്ന്, നീതി ഉണ്ടാകണം. രണ്ട്, വിശുദ്ധി ഉണ്ടാകണം. ആമേൻ. വിശുദ്ധിയെ കുറിച്ചും നീതിയെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. എന്നിട്ട് പറയുകയാണ് ദൈവാനുരൂപമായി എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരായ ആദം ഹവമാർ ദൈവവുമായി എങ്ങനെ ബന്ധം പുലർത്തിയോ എന്നതുപോലെ തന്നെ ബന്ധം പുലർത്തുവാൻ തക്കതായ നിലവാരത്തിൽ ദൈവം ഒരു ദൈവ പൈതലിനെ പുതുക്കി പണിതു. എന്നിട്ട് രണ്ട് വ്യക്തികളെ പരിപാലനത്തിനായി ദൈവമാക്കി വെച്ചു. പിതാവായ ദൈവം, ഒന്ന് പുത്രനെ, ഒന്ന് മറ്റൊന്ന് ആത്മാവിനെ. ഇത്രയും ശ്രേഷ്ഠത വേറെ ആർക്കുണ്ട്? എന്ത് ചെയ്യാൻ വേണ്ടിയാ? ഇനി കുരുത്തക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മോനെ തെറ്റാണെന്ന് ആര് പറയും? പരിശുദ്ധാത്മാവ് പറയും. അഥവാ ഒന്ന് വന്നു പോയാൽ, ഏറ്റുപറഞ്ഞ് അടുത്തു ചെന്നാൽ പുത്രൻ പറയും, അപ്പാ ഇവർക്കും കൂടെ വേണ്ടിയാ ഞാൻ എന്ത് ചെയ്തത്? കാൽവരി ക്രൂശിൽ പരമയാഗമായത്, ക്ഷമിക്കണേ എന്നാര് പറയും? പുത്രൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് എന്ന് പറയും. ഏറ്റു പറയണം. തട്ടിപ്പ് നടത്തിയേ പറ്റില്ല. എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതല്ല, ഏറ്റുപറഞ്ഞാൽ ഇന്നത് സംഭവിച്ചു എന്ന് ഏറ്റുപറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇതൊക്കെ ഞാനിവിടെ സ്ഥിരം പറയുന്ന വാക്കുകളാ, വചനങ്ങളാ. സ്തോത്രം. ആമേൻ. അപ്പോൾ ആ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിച്ചുകൊള്ളുവിൻ. അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അവിടെ ധരിച്ചു കൊള്ളുവിൻ. വേണമെങ്കിൽ ധരിക്കാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ കണക്കൂട്ടലനുസരിച്ച് അനേകരും ഇത് ധരിക്കാതെയാണ്. അതുകൊണ്ടല്ലേ കൊടവച്ചോടത്ത് വടിവെക്കാത്ത എത്രയോ ബന്ധുക്കാരുണ്ട്, കള്ളം പറയുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട്.
ദൈവഭയമില്ലാതെ യഥാർത്ഥത്തില് വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പിശാച് ദൈവത്തെ ഭയപ്പെടുന്നു, വിറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളെക്കാളും മാന്യനാവാൻ. നമുക്ക് ദൈവസന്നിധിയിൽ വന്നൊരു ഭയമുണ്ടോ? ഇവിടെ ഇരുന്ന് മൊബൈൽ തോണ്ടും, പിന്നെ എന്തൊക്കെയാണ് കാട്ടുന്നതെന്നുള്ളത് ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. സ്തോത്രം. പലതും കാട്ടിക്കൂട്ടുന്നത് ദൈവസന്നിധിയിൽ ഇരുന്ന. എന്നാൽ ഈ ലോകരെ നോക്കണം, അതിന് ലോകരെ നോക്കണം. മുസ്ലിം സഹോദരങ്ങൾ അവരുടെ നിസ്കാരത്തിന്റെ സമയത്ത് എത്ര എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല. അത് കഴിയാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇനി ഹൈന്ദവ സഹോദരങ്ങള് ഒരു പൂജയ്ക്ക് അവരിയ്ക്കട്ടെ, എന്ത് പണിയുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് തീരാതെ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല. ഇനി ഓടിവാ പെന്തക്കോസ്തുകാരുടെ അടുത്തേക്ക്, ഒരനക്കം കേട്ടാ മതി, എന്ത് ചെയ്യും? അപ്പൊ ആരാ മിടുക്കന്മാര്? പെന്തക്കോസ്തുകാരോ അതോ ലോകരോ? സ്തോത്രം. നാം സേവിക്കുന്ന ദൈവത്തെ ഭയപ്പെടുവാൻ അവന് യോഗ്യനാണ്. സ്തോത്രം. ഭയത്തോടെ വിറയലോടെ യഹോവയെ സേവിപ്പിൻ. സ്തോത്രം. ഒരു ദൈവ ഭയം ഒരു ദൈവ പൈതലിന്റെ അകത്തുണ്ടാകണം. അതുണ്ടാകാൻ വേണ്ടിയാണ് പഴയ നിയമത്തിൽ പർവ്വതത്തിൽ അങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇടിമുഴക്കം, കാഹളനാദം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗിടുകിട് ഗിടുകിട് പറഞ്ഞ് എന്ത് ചെയ്തു? അവര് പറഞ്ഞു, മോശേ നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഈ ദൈവത്തെ എന്ത് ചെയ്യണ്ട. സത്യം പറഞ്ഞവരെ കിളി അന്ന് പോയി. ദൈവം പറഞ്ഞു, അവരിൽ എന്നോടുള്ള ഭയം ഉണ്ടാകേണ്ടതിന് ഞാൻ ഈ പ്രവൃത്തി അവിടെ മുൻപിൽ ചെയ്തത്. സ്തോത്രം. അതില്ലാതെ പോയൊരു കാലമാണ് ഇന്നത്തെ കാലം. എന്നാൽ ആദിമ പിതാക്കന്മാരിൽ ദൈവഭയം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ദൈവവചനം കേട്ടാൽ അതിനെ മുറുകെ പിടിക്കുന്ന, അതിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമകളായിരുന്നു പഴയ ആദിമ പിതാക്കന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവവചനം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളോടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടിയിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? റോമർ 12:2. ഈ ലോകത്തിന് ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ, അതാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ നാൾ തോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താ അതിന്റെ കാരണം? ഈ വചനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ പലരും നമ്മെ മാറ്റി നിർത്തും സമൂഹത്തിൽ. കാരണം എല്ലാവർക്കും ഇതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് സത്യമാണെന്ന് ആർക്കറിയാം? അറിയാം എല്ലാവർക്കും. സ്തോത്രം. അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ കിട്ടാതെ വരുമ്പോൾ ഒരു പക്ഷെ അവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പല കെണികളും ഒരുക്കും. അങ്ങനെ ഒരു കെണി ഒരുക്കിയ ഒരു വ്യക്തി വേദപുസ്തകത്തിലുണ്ട്. ദാനിയേലാണ്. 6:1 മുതൽ വായിച്ചേ. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയാവേശിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും
പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. ദാനിയേല് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവനെ ഒരു രീതിയിലും പിടിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. 18 പണി കൊടുക്കണം, ദാനിയേലിന് പണി കൊടുക്കണം. കാരണം എല്ലാവരെക്കാളും മേലെ ഉയർത്തുവാൻ രാജാവ് ഇവനെ അങ്ങനെ ആക്കണം, നിയമിച്ചാക്കണം എന്ന് എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തിരിക്കുക. അപ്പൊ ആ സമയത്ത് ഇവന് പണി കൊടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലെന്നേ. ഇവന്റെ കയ്യിൽ നിന്ന് കുരുത്തക്കേടൊന്നും കിട്ടുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന വിഷയമല്ലാതെ ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇവരൊരു തന്ത്രം ഒരുക്കി. ഇവരെല്ലാവരും കൂടി അങ്ങ് കമ്മിറ്റി കൂടിയിട്ട് ഇവന് പണി കൊടുക്കാൻ എന്താ വഴി? പലരും പല ഐഡിയയും പറഞ്ഞു കാണും. അവസാനം ആരെങ്കിലും ഒരുത്തം പറഞ്ഞിട്ട് പറഞ്ഞു കാണും, എടാ ഇവന് പണി കൊടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇവൻ ദൈവമായുള്ള ബന്ധത്തിൽ വിശ്വസ്തനാണ്, ജോലി സ്ഥലത്തും വിശ്വസ്തനാണ്, ഇവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വിശ്വസ്തനാണ്. സ്തോത്രം. വടി വയ്ക്കുന്നിടത്ത് കുടവെക്കാത്ത പരിപാടിയും കൊണ്ട് നടക്കുന്നവനല്ല. വടി എവിടെയാണോ വെച്ചാൽ അവിടെ കുടയും കാണും. വിശ്വസ്തനാണ് അവൻ. ഇവനെ പിടിക്കാൻ എന്താ മാർഗം? ഇവന്റെ ദൈവത്തെ ആരാധനയോടുള്ള വിഷയത്തിലല്ലാതെ ഇവനെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തു. എന്താ ചെയ്തേ? എല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തു. ഇനി രാജാവിന് പൊക്കി വെച്ച കുഴപ്പമില്ലല്ലോ, രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. എത്ര ദിവസത്തേക്ക്? അങ്ങനെ ഒരു രേഖ എഴുതി തീർപ്പ് കൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് താൻ അപ്പൊ രേഖ എഴുതി എന്നാ പ്രാർത്ഥിക്കാന്നല്ല, താൻ മുൻപേ ചെയ്തു വന്നതുപോലെ. പ്രതികൂലം വന്നപ്പോഴല്ല പ്രാർത്ഥന ആരംഭിച്ചത്. എന്നാ പ്രതികൂലമാണ് ഒരു 3 ദിവസം ഉപവാസം അല്ല. അവനൊരു കൃത്യനിഷ്ഠത ഉണ്ടായിരുന്നു, ദൈവമായുള്ള ബന്ധത്തിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു, ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. അതിന്റെ ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ, സിംഹക്കുഴിയിൽ കൊണ്ടുപോയിട്ടു. ആ മണ്ടന്മാര് ചിന്തിച്ചത് സിംഹവനെ തിന്നുകളയുന്ന. ദാനിയേൽ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഈ മണ്ടന്മാർക്ക് ബോധ്യപ്പെട്ടില്ല. പട്ടിണി ഇട്ടിട്ടാണ് സിംഹങ്ങളെ കൂട്ടിലിട്ടിരിക്കുന്നത്. സ്തോത്രം. നല്ലൊരു ഭക്ഷണം മുന്നിൽ കിട്ടി, പക്ഷെ വാ തുറക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടെ വായു അടച്ച് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് സിംഹരിക്കുന്നുണ്ടാവുക. സ്തോത്രം. ഹല്ലേലൂയ. നേരം വെളുത്തപ്പം വളരെ ദുഃഖസ്വരത്തോടുകൂടെ ദാനിയേല് അവിടെ പറയുന്ന ചിത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. എന്നാൽ ദാനിയേൽ പറഞ്ഞു, ഞാൻ രാജാവിനൊരു ദോഷം ചെയ്തിട്ടില്ല, ഞാൻ ദൈവത്തോടൊരു ദോഷം ചെയ്തിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ നിന്നാൽ, ഹല്ലേലൂയ, ഞാൻ പറയാറുള്ള വാക്ക് തന്നെ പറയാം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായി വസിക്കും. പറ്റുമോ? ഒരു ചെറിയ പ്രതികൂലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചാഞ്ചാടും. ഒരു ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുന്നത് എന്നുള്ളത് സ്തോത്രം. എന്നാൽ ദാവീദ് പറയുന്ന വാക്കുകൾ, എനിക്ക് യുദ്ധം നേരിട്ടാലും ഒരു സൈന്യം പാളയമിറങ്ങിയാലും നിർഭയമായി വസിക്കും. എന്തുകൊണ്ട് അവൻ നിർഭയമായി വസിക്കുന്നേ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവന്റെ കൂടെയുണ്ടെന്ന് അവൻ അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്,
യഹോവ നല്ലവനെന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ പണിതെടുക്കുവാനാണ്. നീ ആരെ സേവിക്കുന്നു എന്ന്, നീ ആരുടെ വകയെന്ന് അറിയുവാൻ വേണ്ടിയാണ് ചില വഴിയിലൂടെ നിന്നെ നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹല്ലേലൂയ ദൈവവചനത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഇവിടെ പറയുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതെങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടത്? ഈ ലോകത്തോട് അനുരൂപരാകരുത്, ലോക വ്യവസ്ഥയോട് അനുരൂപരാകരുത്. ലോകത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. ദൈവികമായ കൂട്ടായ്മ ബന്ധത്തിന് തടസ്സമുള്ളത് നീക്കിക്കളയും. അതിനു വേണ്ടി ഹല്ലേലൂയ വില കൊടുക്കാൻ തയ്യാറാകണം. അവിടെ ദൈവം പ്രവർത്തിക്കുന്നേ. എന്നാൽ അവരങ്ങനെയാണല്ലോ, എന്നാൽ നമുക്ക് ഇങ്ങനെ ആകാം. നോ. വേദപുസ്തകം പറയുന്ന അവസ്ഥകൾക്കനുസരിച്ച് നാം നമ്മെ തന്നെ ഏൽപ്പിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. ഗലാത്യർ 5:24 ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവന്റെ ഭാവവും രൂപവും ഒക്കെ കാണുമ്പം അറിയാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വലിപ്പ ചെറുപ്പമില്ല കേട്ടോ. സ്തോത്രം. എൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവിന്റെ വില ഏതാണോ അതേ ആത്മാവിന്റെ വില തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരൻ ബിജുവിന്റെയും ആത്മാവിന്റെ വില. വിലയ്ക്ക് എന്തില്ല? വ്യത്യാസം ഇല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആഡംബരത്തോടെ സുഖിച്ചവനാ ആര്? ധനവാൻ. ദൈവവൈതലാണ്. ഇസ്രായേൽ യഹൂദനാണ്. പക്ഷെ ചെന്നത് അവനെ പോലൊരു നല്ല കാര്യം ചെയ്ത വ്യക്തിയെ വേറെ കാണാൻ വഴിയില്ല. സ്തോത്രം. പക്ഷേ ജീവിതത്തിൽ എടുക്കേണ്ടതായ തീരുമാനമെടുത്ത് ദൈവ വഴിയിലേക്ക് കയറുവാൻ അവൻ തയ്യാറായില്ല. സ്തോത്രം. ആഡംബരത്തോടെ സുഖിച്ചെന്ന വചനം പറയുന്നത്. ഇവിടെ പറയുന്നു ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ. കാരണം ഈ ജഡത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോഴും ഈ ജഡം പലതും ചോദിക്കുന്നതാണ്. ഈ ജഡത്തിന് എന്തുണ്ട്? ദാഹമുണ്ട്. ഈ ജഡത്തിന് എന്തുണ്ട്? വിശപ്പുണ്ട്. ഈ ജഡത്തിന് എന്തുണ്ട്? ക്ഷീണമുണ്ട്. എന്നാൽ അതിനെ എല്ലാം അതിജീവിപ്പാൻ കഴിയണമെങ്കിൽ ദൈവമായുള്ള ബന്ധമുണ്ടെങ്കിൽ ഹല്ലേലൂയ ബലഹീനരെ ബലപ്പെടുത്തുവാൻ, ശക്തിയില്ലാത്തതിന്റെ മേൽ ശക്തി നൽകുവാൻ, താങ്ങി നടത്തുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം പകരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കൃപ തൻ മക്കളുടെ മേൽ അവൻ ചൊരിയുകയാണ്. 40 ദിവസം ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന മോശ താഴേന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയപ്പം എടാ ഒരു 10 കാൻ വെള്ളം ചുമന്നോ എന്ന് പറഞ്ഞിട്ടല്ല പോയേ. അവിടെ എനിക്ക് തോന്നുന്നില്ല അവൻ യൂറിൻ പോലും പാസ് ചെയ്യാൻ പോയോ എന്നുള്ളത് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ വേറെ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറ്റപ്പെട്ടു. ആ ദൈവ സാന്നിധ്യം കാരണം പൂർണ്ണ മനസ്സോടുകൂടി അവൻ കയറി ചെന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? പൂർണ്ണ മനസ്സോടെ ഇരിക്കണം.
തല്ലി പഠിപ്പിക്കുന്നതല്ല, ഇത് മതം മാറ്റുന്നതല്ലേ. ഹല്ലേലൂയ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. അതാണ് വേദപുസ്തകം പറയുന്നത്. പഴയ നിയമത്തിലും പറയുന്ന ഒരു കാര്യമാണ് സമാഗമന കൂടാരം. സമാഗമനം. നീ കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഒരു സ്റ്റെപ്പ് തമ്പുരാൻ അവിടെ നിന്ന് വെക്കും. സമാഗമനം. ആ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മതി. സമാഗമനം. ആമേൻ. ഹല്ലേലൂയ. ഈ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അവിടെ സമാഗമന കൂടാരത്തിലാണ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടെങ്കിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആത്മാർത്ഥതയോടെ സ്വീകരിച്ച് സ്നാനപ്പെട്ടവന്റെ ഉള്ളിൽ ആര് വസിക്കുകയാ? പിതാവാം ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധ വാസം ചെയ്യുകയാ. അങ്ങനെ ഒരു ബന്ധത്തിനുടമയാക്കി തീർക്കുകയാണ് സ്നാനത്തിലൂടെ. സ്തോത്രം. തുടർന്ന് ഈ കർത്താവുമായി വിശ്വസ്തയോടെ യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ പരസ്യ ശുശ്രൂഷ സമയത്ത് പറഞ്ഞല്ലോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങനെ? സകല സത്യത്തിലും വഴി നടത്തും. അത് വഴി നടത്തുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ചാടിക്കേറി കർത്താവ് ഒന്നും ചെയ്യില്ല. അതാ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ തമ്പുരാൻ ചെയ്യില്ല. വേണോ? നിനക്ക് വേണമോ? നീ എന്ത് ചെയ്യുക? ദൈവത്തെ സ്വീകരിക്കുക. വാതിൽക്കൽ നിന്ന് ഇങ്ങനെ മുട്ടും. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹൃദയമാകുന്ന വാതിൽ തുറന്നാൽ, ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ എന്റെ ദൈവം നിന്നെ കയ്യേൽക്കും. ഹല്ലേലൂയ. നിന്നെ ചേർത്തണയ്ക്കും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. നിനക്ക് വേണ്ടി കരുതുവാൻ തുടങ്ങും. വഴികൾ ഒരുക്കുവാൻ തുടങ്ങും. അപ്രകാരമുള്ള ഒരു ദൈവിക പ്രവൃത്തി എന്റെ ദൈവം വെളിപ്പെടുത്തുവാൻ തുടങ്ങും. വാസ്തവമായ ദൈവിക ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും വേണമെന്ന് തോന്നില്ല. വാസ്തവം അതാണ്. അങ്ങനെ ഒരു അനുഭവത്തിന് ഉടമകളായി തീരുകയാണ് ആത്മാർത്ഥമായി ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനമേൽക്കുമ്പോൾ. തുടർന്നും നമ്മൾ ഈ വചനത്തിലൂടെ യാത്ര ചെയ്യുക. സ്തോത്രം. ഇനി ഹല്ലേലൂയ അടുത്ത ഭാഗങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളോട് നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടി. സ്തോത്രം. ന്യായവിധി ഹല്ലേലൂയ ലഭ്യമാകുന്നതിൽ നിന്ന് ഒഴിയുവാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എന്റെ കർത്താവ് എത്തിയ ഇടത്തെത്താം. നിന്നെ നേർച്ച കൊണ്ട് അവിടെ എത്താൻ കഴിയില്ല. ഹല്ലേലൂയ. നീ മറ്റുള്ള ഏതെങ്കിലും ദൈവം എന്ന് പറയുന്നവരോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവിടെ എത്തില്ല കേട്ടോ. സത്യവചനത്തെ സ്വീകരിച്ച് വചനപ്രകാരം ദൈവാത്മാവ് പറയുന്നത് കേട്ടനുസരിച്ചാൽ നിത്യത ഉറപ്പാക്കാം. കരുണയുള്ള ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപിൽ ഞങ്ങൾക്കായിരിക്കാൻ കൃപ നൽകിയല്ലോ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. കേൾവിക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കണം. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണം. തുടർന്നും ഈ വചനത്തിലൂടെ യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വം കർത്താവ് എടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.